കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാം സംസ്ഥാന സമ്മേളനം 2026 ജനുവരി 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന കൊല്ലം മണ്ണിൽ 30 വർഷത്തിന് ശേഷമാണ് ഈ സമ്മേളനം വീണ്ടും എത്തുന്നത്. 1994 മെയ് മാസത്തിലാണ് സമ്മേളനം നേരത്തെ ഇവിടെ നടന്നത്. അന്ന് സമ്മേളനം നടക്കുന്നത് കൊല്ലത്തെ ടൗൺ ഹാളിലായിരുന്നു, കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിലായിരുന്നു അന്ന് സമ്മേളനം നടന്നത്. അതിനുശേഷം 2026 ജനുവരി മാസമാണ് സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ എല്ലാ യുക്തിവാദ സുഹൃത്തുക്കളെയും കേരള യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രമുറങ്ങുന്ന കൊല്ലത്തിൻ്റെ മണ്ണിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. കൊല്ലത്തിന് ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. കല്ലുമാല സമരവും പെരുന്നാട് സമരവും അടക്കം ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണാണ് കൊല്ലം. അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഈറ്റില്ലം കൂടിയാണ് കൊല്ലം. അത്തരം ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്ക് സമ്മേളനം വീണ്ടും വന്നതിൽ ഞങ്ങളൊക്കെ വളരെ സന്തോഷമാണ്. കൊല്ലം പബ്ലിക് ലൈബ്രറിയോട് ചേർന്നുള്ള സോപാനം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ എഴുത്തുകാരി, ബംഗ്ലാദേശ് എഴുത്തുകാരിയായിട്ടുള്ള തസ്ലീമ നസ്രീനാണ്. അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അവർ ഇന്ത്യയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരാണ് തസ്ലീമ നസ്രീനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് മറ്റ് ഒട്ടേറെ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 9-ാം തീയതി ഒരു എക്സിബിഷനോടുകൂടിയാണ് ഈ സമ്മേളനം തുടങ്ങുന്നത്. ലൈബ്രറിയുടെ തന്നെ സരസ്വതി ഹാളിൽ ഒരു എക്സിബിഷൻ അന്ന് അരങ്ങേറുകയാണ്. അതിനോടനുബന്ധിച്ച് മറ്റ് അനുബന്ധ പരിപാടികൾ സയൻസ് ദശകം, സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകത്തിൻ്റെ ഗാനോത്സവത്തോടു കൂടിയാണ് അത് അനുബന്ധ പരിപാടിയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. കേരളാടിസ്ഥാനത്തിലാണ് ആ അനുബന്ധ പരിപാടി നടത്തുന്നത്. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ സയൻസ് ദശകം ഗാനോത്സവ പരിപാടി എല്ലാ ജില്ലകളിലും നടത്തി അതിൻ്റെ 1-2 വിജയികളെ കൊല്ലത്ത് വെച്ച് അതിൻ്റെ സമാപന മത്സരവും ഉണ്ടായിരിക്കും. ആ സമാപന മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് അടക്കം ഈ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. കൊല്ലത്തെ സംബന്ധിച്ചും കൊല്ലത്ത് വളരെ ദൂരത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കൊല്ലത്ത് ഒട്ടേറെ കാഴ്ചകൾ കാണാനുണ്ട്. കൊല്ലത്ത് കായലിൻ്റെ ഒരു കായൽ യാത്ര, അതുപോലെ തന്നെ മൺട്രോത്തുരുത്തിലേക്കുള്ള ഒരു ട്രിപ്പ്, കൊല്ലം തങ്കശ്ശേരി വിളക്കുമരം, അങ്ങനെ തുടങ്ങി കൊല്ലത്തിൻ്റെ തനതായ ഒരു തൊഴിൽ മേഖലയാണ് കശുവണ്ടി രംഗം എന്ന് പറയുന്നത്. അപ്പം വിവിധ കശുവണ്ടി ഫാക്ടറികൾ, അതൊരു സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വരുന്നവർക്ക് അതൊക്കെ പുതിയ അനുഭവമായിരിക്കും. 21-ാം നൂറ്റാണ്ടിലെ ഗുഹാമനുഷ്യൻ എന്ന വിഷയം, ആധുനിക ജീവിതവും പുരാതന മസ്തിഷ്കവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വൈശാഖൻ തമ്പിയാണ്. അത് ഹിന്ദുത്വവും ദേശീയതാ വ്യവഹാരങ്ങളും എന്ന വിഷയത്തിലാണ് ഡോക്ടർ ശ്യാംകുമാർ പ്രഭാഷണം നടത്തുന്നത്. വിദ്യാഭ്യാസവും വിഭ്രാന്തിയും എന്ന വിഷയം ജസ്റ്റിൻ ഫ്രാൻസിസ്